ചങ്ങായിമാരെ, അപ്പം നമ്മളിന്ന് മലയാറ്റൂർ വന്നേക്കും കേട്ടോ. ഇപ്പം 4:30 മണി കഴിഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ 3:30 എറണാകുളത്ത് നിന്ന് പോകുന്നതാണേ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ മലയാറ്റൂർ വരുന്നത്. അപ്പോൾ അവിടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റണ്ണിങ് പ്രാക്ടീസിന് വന്നാട്ടോ, ഹിൽ പ്രാക്ടീസ്. നമ്മൾ 3-4 പേരുണ്ട്. ഞാനൊരു 21 ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്, 21 കിലോമീറ്റർ. നമ്മളിവിടെ കയറ്റമാണല്ലോ, എലവേഷൻ ട്രെയിനിങ്ങും ഹിൽ റണ്ണ് പ്രാക്ടീസൊക്കെ നടക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ വന്നെല്ലാം സെറ്റാക്കുവാണ്. വെള്ളം കുടിക്കാൻ വെള്ളവും കഴിക്കാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കേരള വനം വന്യജീവി വകുപ്പ്. ഇത് കൊള്ളാം കേട്ടോ. ഞാനൊരു കിളിയെ വളർത്തി, അത് പറന്നുപോയി. ഞാനൊരു അണ്ണാനെ പരിപാലിച്ചു, അത് ഓടിപ്പോയി. പിന്നെ ഞാനൊരു മരം നട്ടു, കിളിയും അണ്ണാനും തിരിച്ചു വന്നു. ഇവിടെ മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ താഴെ കുറച്ച് നേരം ഓടി, എൻ്റെ ഹെഡ് ലാമ്പ് ഇല്ലായിരുന്നേ. ഇനിയിപ്പോൾ അത് മുകളിലേക്ക് കയറുക. മുകളിൽ ലൈറ്റ് വന്നണ്ട, മുകളിൽ 5:30 ഒരു ലൈറ്റ് ഇടുകയുള്ളൂ. അപ്പം എൻ്റെ കൂടെ വന്നേരം ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് മുകളിലോട്ട് കയറുന്നത്. ഞാൻ ഈ സെൻറ്റർ റോഡാണിത്. ഞാനിപ്പോൾ 3.5 കിലോമീറ്റർ ഓടി. ഒരു വാമപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്നാൽ ഞാൻ കുറച്ച് എലവേഷൻ ട്രെയിനിങ്ങും വേണം. അപ്പം മുകളിലേക്ക് കയറാമെന്നുള്ള ഇതിൽ ഈ റൂട്ട് തന്നെ കയറ്റം ഇറക്കും. കുറച്ചൊരു 4-5 കിലോമീറ്ററൊക്കെ ചെയ്യാൻ മതി. അങ്ങനെ നമ്മുടെ കയറ്റം എത്തിയിട്ടോ. നിരപ്പുള്ള വഴി കഴിഞ്ഞു, ഇനി ഫുള്ള് കയറ്റം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ മേളിലേക്കാണ് പോകുമ്പോൾ മഴ പെയ്താരണേ ഈ പാറയൊക്കെ ഇത്തിരി തെന്നുന്നുണ്ട്. അപ്പം നോക്കി വേണം നടക്കാം. ഇവിടെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഉണ്ടോ, ഞാൻ അവിടെ താഴെ നിന്ന് വന്നു. കയറ്റം കയറട്ടെ കേട്ടോ. ഓക്കെ. ഏതോ പക്ഷികളൊക്കെ കരയുന്നുണ്ട്. അവർ എൻ്റെ കൂടെയുള്ള വേറെ റൂട്ടാട്ടോ കയറിയ, ഞാൻ ഒറ്റക്കയില്ല വേണ്ട. അല്ല ആനയൊക്കെ വരുമോ എന്തോ. അങ്ങനെ ഏകദേശം മുകളിലെത്താറായി കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതിലെയാണോ കയറേണ്ടത് എനിക്കറിയില്ല. ഞാൻ നേരെ വന്ന ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഉണ്ടോ, ഞാൻ ഈ സൈഡിൽ കൂടെ വന്ന അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. അതെ, ഈ മരത്തിലൊക്കെ കുരിശ് വെച്ചാണോ എനിക്ക്. ഇതൊക്കെ എന്തായാലും വഴിപാടായിരിക്കുമല്ലോ, എനിക്ക് വലിയ പിടുത്തമില്ല. ഇവിടെ ഒരു പള്ളിവക സ്റ്റാളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. മാർത്തോമ മണ്ഡപം, എൻക്വയറി, പൊൻകുരിശ്, പാദമുദ്ര, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ മലയാറ്റൂർ പള്ളി വന്ന് ഈ പള്ളി കാണുക. ആകുമ്പോൾ ഇത് നോക്കിയേ, കോരങ്ങൻ്റെ സർക്കസ് നോക്കി.
ഇതവിടെ കൊടിമരം. അയ്യോ, കോട നോക്കിയേ, കോട. ഓ, ഇവിടെയൊക്കെ കുരിശ് വെച്ചാണോ, എന്ത് വലിയ കുരിശാന്ന് നോക്കിയേ. ഇതോരോ കുടുംബത്തിൻ്റെ പേരിലൊക്കെ കൊണ്ടാ വെച്ചേക്കണേന്ന് തോന്നുന്നു. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഉണ്ടോ? ഇവിടെ കേട്ടോ മെഴുതിരി കത്തിക്കേണ്ട. മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ കേട്ടോ. എന്നിട്ട് വേണം അടുത്ത റൗണ്ട് വരാൻ. ഇതാണ് മോളിൽ നിന്നുണ്ട സ്റ്റെപ്പ്. ഇത് കൊടിമരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാട്ടോ. ഞാൻ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു. അവിടെ വലിയൊരു പാറയാണ്ട് കയറിയില്ല. മഴ പെയ്ത് എല്ലായിടും തന്നെ കിടക്കും. അമ്പ സൂപ്പർ വ്യൂ ആട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് പോവാട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഉടനെ വീഡിയോ ഒന്നും എടുക്കില്ല. ഈ കണ്ട റൂട്ട് തന്നെയൊക്കെ ഉള്ളൂ. ഇനി താഴെ ലൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ താഴെ പോകുമ്പോൾ ലൈക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈഡ്രേഷനാട്ടോ. നമ്മൾ കുറച്ചുകൂടെ ഇടയ്ക്ക് വരുമ്പോൾ ഓരോന്ന് കഴിക്കും. ഇതെല്ലാം സാധനമുണ്ട്. ബ്രൗണി, ഓറിയോ, കപ്പലണ്ടി മിഠായി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പലണ്ടി മിഠായിയും ഡേറ്റ്സും കഴിച്ച് വെള്ളം കുടിച്ച് ഇനി മുകളിലോട്ട് പോവാം. ഇതാ മോൻ പോകുന്നു. അപ്പം നമ്മൾ ഫ്രണ്ടിൻ്റെ കാറാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഹൈഡ്രേഷൻ സംഭവമാക്കുക. വെള്ളമൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരം വെളുത്തു കേട്ടോ. എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്ന കേട്ടോ. തിരക്ക് കുറവാകും. 1-2 ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് റൗണ്ട് പോവുക. എൻ്റെ 7.26 കിലോമീറ്ററായി. എലവേഷൻ 122. മുകളിലെത്തുമ്പോൾ 153 മീറ്റർ എലവേഷനായിരുന്നു. ഇപ്പോൾ താഴെയാണല്ലോ. അപ്പോൾ ഞാൻ അടുത്ത റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. കോട നോക്കിയേ.
അങ്ങനെ ആ സെക്കൻഡ് റൗണ്ട് ഇവിടെ എത്തി. മുകളിൽ വീഡിയോ എടുത്താവുകൊണ്ട് ഇനി മുകളിലേക്ക് അധികം കയറുന്നില്ല. ഞാൻ താഴോട്ട് തന്നെ ഇറങ്ങാൻ പോവാം. ആ ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ കൂടെ വന്നേരാ കേട്ടോ. മോൻ താഴേക്ക് പോയി ഒരു ഇവരിപ്പോൾ 4ാമത്തെ റൗണ്ടാന്നോളൂ കയറി ഇറങ്ങണം. നല്ല മഴയായിട്ടോ. എൻ്റെ 10 കിലോമീറ്റർ കംപ്ലീറ്റ് ആയേ. അതായത് നല്ല മഴയായി. ഞാനിപ്പോൾ 2 റൗണ്ട് പോയി വന്നു. അവരുടെ 4ാമത്തെ റൗണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ താഴെ ഒരു ഹോട്ടലുണ്ട്. ഞാനൊന്ന് ചായ കുടിച്ച് നമുക്ക് അപ്പം മുട്ടക്കറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയാണെന്ന്. മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ ലേക്ക് ഉണ്ട് ഇവിടുത്തെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, അപ്പം മുട്ടക്കറി. ഇനി ബാക്കി 10 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഞാൻ മുകളിലേക്ക് പോയില്ല, റോഡിലാണ് ഓടുന്നത്. ഞാനിപ്പോൾ വേറെ റോഡിൽ ഓടുകയാണ്. നമ്മൾ ലേക്കിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലൊക്കെ റോഡുണ്ടായി. അതിൽ കയറുന്നത് എനിക്ക് പാറമടയാന്ന് തോന്നുന്നു. ഫുള്ള് നേച്ചർ. ഇവിടെ നിന്നൊരു മനുഷ്യനില്ല. ഒരു കുഞ്ഞു വഴിയാണ്. ഞാൻ അതിൻ്റെ കൂടെ ഓടി വന്ന അതിൻ്റെ എൻ്റെ എത്തിയിട്ടുണ്ട്. ഇപ്പം 12 കിലോമീറ്ററായി. ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ പാറയൊക്കെ ആട്ടോ. അവിടെ റൗണ്ടിൽ വലിയ പാറമടയാണ്ട് അങ്ങനെ. പക്ഷെ അങ്ങോട്ട് പോയി നോക്കത്തില്ല. ഇതിൻ്റെ എക്സ്റ്റൻഷനാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടൊരു റോഡ് പോലെ കാണുന്നുണ്ട്. പക്ഷെ അത് അവിടെ തീരുവാന്ന് തോന്നുന്നു.
നേരത്തെ റോഡിൽ നിന്നൊരു പള്ളി കാണിച്ചില്ലായിരുന്നു, അതാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ ഓടിയപ്പോൾ ആ വഴി ഓടിയപ്പോൾ ഇത് കണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഓട്ടമൊക്കെ നിർത്തി കേട്ടോ. ഞാൻ 15 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തത്. നല്ല മഴയായിരുന്നു, എനിക്ക് തലവേദന എടുത്തു തുടങ്ങി. പിന്നെ ഞാനിപ്പോൾ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറി, പാൻറ്റ് മാറിയില്ല, ഞാൻ ഷർട്ടും ഒരു ജാക്കറ്റും കൊണ്ടുവന്നായിരുന്നു, അപ്പോൾ അതും മാറി. അവരിതുവരെ ഓടിക്കഴിഞ്ഞിട്ടില്ല, അവരിന്ന് എവറസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 4000 മീറ്റർ എവറസ്റ്റിൻ്റെ പകുതി ദൂരം അവർ എലവേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 4000 മീറ്റർ ഇന്ന് അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവർ ഇപ്പം ഓരോ റൗണ്ട് മുകളിൽ പള്ളി വരെ പോയി തിരിച്ചിറങ്ങി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മണിയേലും കഴിയും. മീൻസ് ലൈറ്റ് 5:30 വരെയൊക്കെ ലൈറ്റ് ഉണ്ടാവുള്ളായിരിക്കും, അതിൻ്റെ ഉള്ളവർ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് കണ്ടിന്യൂ ചെയ്യുകയാണ് പ്രാക്ടീസ്. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ മലയാറ്റൂറിൻ്റെ വീഡിയോ എല്ലാവരും കാണണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ചങ്ങായിമാരെ, നമുക്കിപ്പോൾ വൈകുന്നേരം 6:45 കേട്ടോ. അതായത് നല്ല മഴയാണ്. ഇപ്പോഴും മലയാറ്റൂർ തന്നെ കേട്ടോ, പോയിട്ടില്ല. അവിടെ ഒരു ചായക്കട പോസ്റ്റായിരിക്കുക. മോനും ഒന്നും വന്നിട്ടില്ല കേട്ടോ, അവരുടെ എവറസ്റ്റിങ് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 7:30 മണിയൊക്കെ ആകുമ്പോഴേക്ക് തീരുമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാന്ന് നോക്കിയേ. 6:45 നല്ല ഇരുട്ടായി, മഴ ഉണ്ടോ. ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 10 മണി ഒക്കെ ആവുമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചൂടുവെള്ളം കുടിച്ച് പോസ്റ്റായിരിക്കുക കേട്ടോ. നമ്മളിപ്പോഴും ഇവിടെ നിൽക്കുവാണേ, നല്ല മഴ താർത്ത് പെയ്യണേ. കഴിഞ്ഞാ ഓ അടിപൊളി. അങ്ങനെ ഒരാൾ വന്ന് എവറസ്റ്റിങ് കഴിഞ്ഞ് അടുത്ത ആൾ വരുന്നുണ്ട്. രണ്ടാമത്തെ താരം വന്നുണ്ട്. അങ്ങനെയുണ്ട്, തീർന്ന് അടിപൊളി. അങ്ങനെ 9:30 മണിയായിട്ടോ. ഇപ്പോഴാണ് മോൻ്റെ റണ്ണ് കംപ്ലീറ്റ് ആയത്. അങ്ങനെ 10:30 മണിയായേ. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. ശരവണ ഭവനിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി രാത്രിയായി, യാത്രയില്ല. ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.